താമരശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീമതി ലത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സ്ഥലമാണ്. പ്രധാനമായിട്ട് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ വരുന്നവർക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ ഒരുപാട് ആക്ടിവിറ്റീസ് അവർക്ക് കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കാനുള്ള ഭാഗമായിട്ടാണ് പല ലൊക്കേഷൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് പുതിയതായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏനമാവ് നെഹ്റു പാർക്കിൽ ഇങ്ങനെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് തുടങ്ങാമെന്ന് നമ്മൾ ആലോചിച്ചും അത് പ്രകാരം ബഹുമാനപ്പെട്ട MLA ആയിട്ട് ഡിസ്കസ് ചെയ്യും. നല്ലൊരു സപ്പോർട്ട് കിട്ടുകയും നമ്മൾ ഒരു മാസം മുന്നേ ഇവിടെ ഒരു ട്രയൽ റൺ നടക്കുകയും ചെയ്യുകയുണ്ടായി. അതാണ് ഇന്നത്തെ ദിവസം ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത്. തുടക്കത്തിൽ നമ്മൾ ഒരു സോളാർ സഫാരി ബോട്ട് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, പെഡൽ ബോട്ട് ഉണ്ട്. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ റെസ്പോൺസ് നോക്കിയിട്ട് മറ്റ് കൂടുതൽ ആക്ടിവിറ്റീസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും സൗന്ദര്യമുള്ള സ്ഥലത്ത് നമുക്ക് വരുന്നവർക്ക് പരമാവധി ഒരു നല്ലൊരു അനുഭവം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി നമ്മളിങ്ങനെ ചെയ്യുന്ന ഈ ഒരു ആക്ടിവിറ്റി തുടങ്ങുന്ന DTPCക്ക് അധികമായിട്ടുള്ള ഒരു ചിലവും വരുന്നില്ല. നമ്മളിപ്പം QCBS മുഖേന ടെൻഡർ ചെയ്തിട്ട് ഇതിന് താല്പര്യമുള്ളവരെ വിളിച്ചിട്ട് അത് പ്രകാരമാണ് ഈ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം കുറച്ച് തുടങ്ങുമ്പോഴത്തേക്ക് പുതിയതായിട്ടുള്ള ടൈമിങ് നമ്മൾ ചെയ്യും. കാരണം കയാക്കിങ് അതുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ഇപ്പോൾ ഈ ഒരു ഏനമാവ് ചെയ്ത നല്ലൊരു ടൂറിസം കൊറിഡോർ ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുക, ഈ വാട്ടർ സ്പോർട്സും മറ്റേ ആക്ടിവിറ്റീസും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുൻകൈ എടുക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ആണ്. സോ അപ്പോൾ എല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇന്നിവിടെ നടക്കുന്നത്, കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റീസും നടക്കുന്നത്. എന്തായാലും ഇവിടെ എത്തിയിട്ടുള്ള എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മണലൂർ MLA ശ്രീ മുരളി പെരുന്നെല്ലി അവർക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബോട്ടിംഗ്, കയാക്കിംഗ് തുടങ്ങിയ സംവിധാനങ്ങളുടെ കൂടുതലായി ഉദ്ഘാടനം ചെയ്യുന്നു. അധ്യക്ഷത വഹിക്കുന്ന തൃശ്ശൂർ ജില്ലാ കളക്ടർ DTPC ചെയർമാൻ കൂടിയായ ശ്രീ അർജുൻ പാണ്ഡ്യൻ. പഞ്ചായത്തിന്റെ സെക്രട്ടറി ഷൈല അടക്കം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അധ്യക്ഷൻ ബഹുമാന്യനായ തൃശ്ശൂർ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ, അതുപോലെ തന്നെ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ മുരളി പെരുന്നെല്ലി ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കുഴപ്പമില്ല, ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇതുണ്ട്. വേണ്ട വെള്ളം കൂടി
ഏനാമാവ് മോഡലുബന്ധിച്ച് ഇപ്പോൾ ഈ ഏനാമാവ് കായലിൽ ഒരു പുതിയ പദ്ധതിക്ക് തുടക്കം കൊടുത്തിരിക്കുകയാണ്. ബോട്ടിംഗ്, കയാക്കിംഗ് ജലമേഖലയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനമാണ് ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് മുമ്പ് നടന്നത്. നിരവധി പേർ ഇത് പ്രയോജനപ്പെടുത്തുമെന്നാണ് പൂർണ്ണമായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കയാക്കിംഗ് സംവിധാനമുണ്ട്, പെഡൽ ബോട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് സോളാർ ബോട്ടിലാണ്. സാധാരണ ഒരു ബോട്ട് സഞ്ചരിക്കുമ്പോൾ കുടുകുടു ശബ്ദം കേൾക്കും. വളരെ സൈലൻ്റായിട്ടാണ് പോകുന്നത്. സോളാർ ഇത് പ്രയോജനപ്പെടുത്തുമെന്നാണ് ഈ ബോട്ട് പ്രവർത്തിക്കുന്നത്. വേനാമാവ് കായൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രോഗ്രസ് നോക്കിക്കൊണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാമെന്നുള്ള ഉറപ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തൃശ്ശൂർ DTPC ചെയർമാൻ കൂടിയാണ് ജില്ലാ കളക്ടർ. ആ DTPC ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന ഈ ബോട്ടിംഗ് ഇതൊരു അനുഭവം തന്നെയാണ് എല്ലാവരും സംബന്ധിച്ചിടത്തോളം. ഇത്തരം സൗകര്യം നമ്മുടെ മണ്ഡലത്തിൽ മറ്റ് പ്രദേശങ്ങളിൽ ഇവിടെ ഇല്ല. ഇവിടെ പുഴയുണ്ട്, ഒക്കെ ഉണ്ട്. വഞ്ചിയിൽ ധാരാളം കൊണ്ട് മീൻ പിടിക്കാൻ ഇപ്പോൾ പോകുന്നെങ്കിൽ പോലും ചുറ്റുവട്ടത്തുള്ളവർ വഞ്ചിയുമായി ബന്ധപ്പെട്ട് വളരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. അവർ ഉല്ലാസ യാത്ര എന്ന നിലയിൽ കുടുംബസമേതം ഈ കായലിൽ ചിലവഴിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള വലിയൊരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരുന്നത്. കാലത്ത് മുതൽ വൈകുന്നേരം വീട്ടുന്നവരുള്ള സമയം മാത്രമേ ഇതിന് പ്രയോജനപ്പെട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേര് പങ്കെടുത്തു. ഈ പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവിധ ഭാഗത്തും പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ വശത്തുനിന്ന് ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ശേഷം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ സംസാരിക്കും. ഏനാമക്കലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന രീതിക്കുള്ള വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ നമ്മൾ സോളാർ ബോട്ട്, ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സോളാർ ബോട്ടിലാണ്. ഇപ്പോൾ സൗണ്ട് ഒരിക്കലും അറിയില്ല. പിന്നെ കയാക്കിംഗ് ഉണ്ട്, സ്റ്റാൻഡിങ് കയാക്കും ഉണ്ട്, ഇരുന്ന് പോകുന്ന കയാക്കിംഗ് ഉണ്ട്, പെഡൽ ബോട്ട് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളനുസരിച്ചിട്ട് മറ്റ് കൂടുതൽ ആക്ടിവിറ്റീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു റെസ്പോൺസാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. ഏറ്റവും എല്ലാം ഒന്ന് ആസ്വദിക്കാനുള്ള ഉദ്ദേശമാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ പദ്ധതി നമ്മൾ പല സ്ഥലത്തും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുതിയതായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിവിടെയും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ചേറ്റുവ ഭാഗത്ത് ഏത് ഭാഗത്തും സ്റ്റാർട്ട് ചെയ്യുന്നത്? ചേറ്റുവ നമ്മൾ NHൻ്റെ പാലം ഉണ്ടല്ലോ, പാലത്തിൻ്റെ അടുത്ത് നമ്മുടെ DTPCൻ്റെ അമ്യൂണിറ്റി സെൻറ്റർ ഉണ്ട്. മുന്നേ കോവിഡിന് മുന്നേ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ അത് കുറച്ച് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ അത് ഇതേപോലെ തന്നെ അവിടെയും വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് തുടങ്ങി നമ്മൾ ചേറ്റുവ അമ്യൂണിറ്റി സെൻറ്റർ പുതുക്കി പണിത് കൂടുതലായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ആണ് അവിടെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു 2 ആഴ്ചയിൽ അവിടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിറ്റി സെൻറ്റർ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അവിടുത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് കമ്മ്യൂണിറ്റി സെൻറ്ററിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടൽക്കാടുകളുടെ തൊട്ടടുത്താണ് ആ ഒരു സ്ഥലം ഉള്ളത്. 500 മീറ്റർ ദൂരെയുള്ള കണ്ടൽക്കാടുകൾ, നല്ല സൗന്ദര്യം. ഇപ്പോൾ ഇവിടെയും നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഏനാമക്കൽ. ഇതിൻ്റെ അവിടെ ശോചനീയാവസ്ഥകൾ എടുക്കണം. ഇപ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങി. നമ്മൾ അതിൻ്റെ നടപടികളൊക്കെ പൂർത്തീകരിച്ചു. അതിൻ്റെ നവീകരണ പ്രവൃത്തികൾ നടന്നു വരികയാണ്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു മാസം എടുക്കും. പക്ഷെ നമ്മൾ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് അതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഫെബ്രുവരി മാസം